ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2025 മാർച്ചിലെ PSC ബുള്ളറ്റിനിലെ പൊതുവിജ്ഞാനത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ. അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഫ്രാൻസ്. അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം ഫ്രാൻസ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം. മൗസിൻ്റെ ഉപജ്ഞാതാവ് ഡഗ്ലസ് ഏംഗൽബർട്ട്. മൗസിൻ്റെ ഉപജ്ഞാതാവ് ഡഗ്ലസ് ഏംഗൽബർട്ട്. മണിമേഖല രചിച്ചത് ആര്? സാത്തനാർ. മണിമേഖല രചിച്ചതാര്? സാത്തനാർ. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം യുറേനിയം. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബിന്ദേശ്വരി പ്രസാദ് മണ്ഡൽ. ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അനിത നായർ. ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ് എന്ന പുസ്തകം രചിച്ചത് അനിത നായർ. ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് 1959 വിമോചന സമരത്തിന് ആ പേര് ലഭിച്ചത്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് 1959 വിമോചന സമരത്തിന് ആ പേര് ലഭിച്ചത്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. യാത്രികർക്ക് പ്രിയപ്പെട്ട രാജ്യം എന്നറിയപ്പെടുന്നത് ഫ്രാൻസ്. യാർകുങ് സാങ്പോ നദി ഇന്ത്യയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്രഹ്മപുത്ര. യാർകുങ് സാങ്പോ നദി ഇന്ത്യയിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്രഹ്മപുത്ര. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് മഞ്ചേശ്വരം. കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ നദിയാണ്. അതും കൂടെ ഓർത്ത് വെച്ചോണേ. അരിയാലൂർ തീവണ്ടി അപകടം 1956 ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി. അസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? 2015 സെപ്റ്റംബർ 28. ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ്? 2015 സെപ്റ്റംബർ 28. മഹാത്മാഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ച നടന്ന വർഷം 1937. മഹാത്മാഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ച നടന്ന വർഷം 1937. മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ കെ മാധവൻ നായർ. മാതൃഭൂമിയുടെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ കെ മാധവൻ നായർ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഷാജഹാൻ. അണ്ണ എന്നറിയപ്പെട്ടത് CN അണ്ണാദുരൈ. കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനമായ ജനമൈത്രി ആരംഭിച്ച വർഷം 2008. കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത്? 2. രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം ചേരിരഹിത ഇന്ത്യ. രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം ചേരിരഹിത ഇന്ത്യ. സോയാബീനിൽ അടങ്ങിയിട്ടുള്ള അമ്ലം ഫൈറ്റിക് ആസിഡ്. അന്താരാഷ്ട്ര സ്പോർട്സ് മത്സരങ്ങളിൽ
ഏതെങ്കിലും ഒരിനത്തിന് വ്യക്തിഗത ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരൻ വിൽസൺ ജോൺസ്. അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്ക്. ഡക്കാൻ റയട്ട് കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1878. ആത്മാനുതാപം രചിച്ചത് കുരിയാക്കോസ് ഏലിയാസ് ചാവറ. ആത്മാനുതാപം രചിച്ചത് കുരിയാക്കോസ് ഏലിയാസ് ചാവറ. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന ശരീരഭാഗം കണ്ണ്. ആദ്യമായി ഡൽഹിക്ക് പുറത്ത് സേനാ മേധാവികളുടെ സംയുക്ത യോഗം നടന്നത് എവിടെ? INS വിക്രമാദിത്യ. ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് വിജയി ഉറുഗ്വേ. ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് വിജയി ഉറുഗ്വേ. ആദ്യത്തെ സാഫ് ഗെയിംസ് വേദി കാഠ്മണ്ഡു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് KR നാരായണൻ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് KR നാരായണൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഇൻസാറ്റ് 2A. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഇൻസാറ്റ് 2A. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യത്തെ മലയാളി GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച മലയാളി C ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച മലയാളി C ശങ്കരൻ നായർ. ഇന്ത്യൻ എപ്പിഗ്രാഫിയുടെ പിതാവ് ജെയിംസ് പ്രിൻസപ്പ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദീറാം ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദീറാം ബോസ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ആമുഖം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ആമുഖം. ഇന്ത്യയിൽ 1946 സെപ്റ്റംബർ 2 രൂപവൽക്കരിക്കപ്പെട്ട ഇടക്കാല മന്ത്രിസഭയുടെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ 1946 സെപ്റ്റംബർ 2 രൂപവൽക്കരിക്കപ്പെട്ട ഇടക്കാല മന്ത്രിസഭയുടെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്ന നിയമം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, അതായത് IT ആക്ട് 2000. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്ന നിയമം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം മുംബൈ. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം മുംബൈ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി. ഇന്ത്യയിലെ പ്രധാന വജ്രഖനി പന്ന. ഇന്ത്യയിലെ പ്രധാന വജ്രഖനി പന്ന. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടി. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടി 2016. ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സാം പിട്രോഡ. ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സാം പിട്രോഡ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബാംഗ്ലൂർ. ഇന്ത്യയുടെ
ഉദ്യാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബാംഗ്ലൂർ. ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്താണ് ദിവേഗി ഭാഷ സംസാരിക്കുന്നത്? മാലിദ്വീപ്. ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്താണ് ദിവേഗി ഭാഷ സംസാരിക്കുന്നത്? മാലിദ്വീപ്. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തമസ് എന്ന സിനിമ സംവിധാനം ചെയ്തത്? ഗോവിന്ദ് നിഹലാനി. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തമസ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഗോവിന്ദ് നിഹലാനി. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം? 1969. ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം 1969. ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഇലക്ട്രോസ്കോപ്പ്. രാജ്യസമാചാരം എന്ന പത്രത്തിൻ്റെ പേരിൽ രാജ്യം എന്നത് അർത്ഥമാക്കുന്നത് സ്വർഗരാജ്യം. രണ്ടാം ഭൗമ ഉച്ചകോടി നടന്ന നഗരം? ജോഹന്നാസ്ബർഗ്. രണ്ടാം ഭൗമ ഉച്ചകോടി നടന്ന നഗരം ജോഹന്നാസ്ബർഗ്. ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം. ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം. ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ഭൂട്ടാൻ. ഈഴവ ഗസറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രസിദ്ധീകരണം? വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രസിദ്ധീകരണം? വിവേകോദയം. ഉസ്താദ് അഹമ്മദ് ലഹോറി രൂപകൽപ്പന ചെയ്ത ചരിത്ര സ്മാരകം? താജ്മഹൽ. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ? ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ, ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്